ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബുധനാഴ്ച നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ ബുധനാഴ്ചയും പാവറട്ടി പള്ളിയിലേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. കഴിഞ്ഞ ഞായറാഴ്ച പോയല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ പോകാനുള്ള ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ കാര്യത്തിലായാലും അവരെ കൊണ്ടുവരേണ്ട ആ സമയത്തേക്ക് എത്തില്ല. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ് കളയണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു ഡിസോർഡർ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താ പറയുക, ആ സംഭവം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഡാഡി എണീറ്റതിൻ്റെ പിന്നാലെ തന്നെ ഞാനും എണീറ്റു കേട്ടോ. ഇത്തിരി നേരത്തെ എണീറ്റു, കാരണം ഒരു യാത്ര പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്കും 10 മണിക്കും ഇടയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികളെ ക്ലാസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവർ സാധാരണ 9:30ക്കും 10ൻ്റെ ഇടയിലാണ് ക്ലാസ്സിലെത്താറ്. അപ്പോൾ അതിനേക്കാൾ കുറച്ച് മുമ്പായിട്ടൊന്ന് ഇറങ്ങാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഇതേ ഇട്ട കമ്മലുകളുടെ സംഭവമൊക്കെ അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ ഇന്നലെ അങ്ങനെ ഇട്ടിട്ടല്ലേ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ലൈറ്റിട്ട് വന്നപ്പോൾ ഡാഡി ഓൾറെഡി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു കവിള് കട്ടൻ കാപ്പി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുക എന്നുള്ളതൊരു പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഇത് നമ്മുടെ വെള്ളം ഡാഡിയാണ് ഫസ്റ്റ്. ആരാണോ എണീറ്റ് വരുന്നത് അവരാണത് കളഞ്ഞിട്ട് ആ പാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ വേഗം മാതാവിന് തിരിയൊക്കെ കത്തിച്ച്, അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു കുറേ ദിവസമായിട്ടുണ്ടാവും ഞാനിങ്ങനെ കത്തിച്ച് കണ്ടിട്ട്. കാരണം ഞാൻ ആരാണോ ആദ്യം എണീക്കണത് അപ്പോഴാണ് അത് കത്തിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് എണീറ്റത്. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരും ചെയ്യണതൊന്നും നോക്കില്ല. ഞാൻ എപ്പോഴെങ്കിലും മാതാവിന് തിരി കത്തിക്കും കേട്ടോ. അതിൽ ദിവസത്തിലൊരു തവണയെങ്കിലും ഞാൻ കത്തിച്ച് ഒരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലിയിട്ടാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അടുക്കളയിൽ കുറേ കുട്ടികൾക്ക് കുറേ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം അവർ ചിലപ്പോൾ തുടക്കം തൊട്ട് കാണാത്ത കുട്ടികളാവും. പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. കാരണം കുറേ പേരൊക്കെ അറിഞ്ഞ് വരുന്നുള്ളൂ. 2-3 കുട്ടികൾ ഇന്നലെ മിനിയാന്നായിട്ട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ ഇന്നലെ ഇതേ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം അതൊക്കെ കേട്ടപ്പോൾ. പിന്നെ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വരെ ആരോടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരാളെങ്കിലും വെച്ച് എൻ്റെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെന്താ പറയുക, അങ്ങനെ വരണമെന്ന് നിർബന്ധം പിടിക്കണ്ടല്ലോ, ഇഷ്ടത്തിൽ വരികയല്ലേ അത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്, എല്ലാവരും വരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാക്കോച്ചനും അപ്പം എണീറ്റു, അവരെണീറ്റ് കുരിശ് വരച്ചു. ഇങ്ങനെയാണ് ഇവിടെ കേട്ടോ. കുട്ടികളെ എണീറ്റ് വന്നാൽ നേരെ കുരിശ് വരപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുക. അങ്ങനെ ഡിംപിൾ കിച്ചണിൽ കയറി കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു ചായ മാത്രം വെച്ചു വന്നിട്ടാവാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തോമുട്ടൻ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും ഞാനും വേഗം പോയി ഒരുങ്ങാനായിട്ട് പോയി. ചാക്കോച്ചനെയും കൊണ്ട് തോമൂനെയും കൊണ്ട് ഡിംപിളും പോയി. അങ്ങനെ ഈ പറഞ്ഞ നേരം കൊണ്ട് 9:10 ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ചാക്കോച്ചൻ ഇന്ന് നല്ലോണം രാവിലെ എണീറ്റു രാത്രി, അതായത് പുലർച്ചെ എണീറ്റു. അപ്പോൾ തൊട്ട് ഉറക്കമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈനിന് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ. കാരണം കുട്ടികൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ നമുക്കത് അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടത്. അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോഴേക്കും 9:05 ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും ഡോണും ഡിംപിളും, അതായത് ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായി ഞങ്ങൾ 4 പേരും കൂടിയുള്ള ഒരു യാത്ര. അപ്പോൾ അത് ഞങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ 4 ആളും കൂടിയുള്ള യാത്രകളായിരുന്നു കേട്ടോ. എന്തെങ്കിലും എന്താ പറയുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ 4 ആളാണ്. അന്ന് ഞങ്ങൾ 4 പേരായിരുന്നല്ലോ. കുറേ നാളുകൾ അങ്ങനെയായിരുന്നു. അതായത് ഡോൺ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് പിന്നെ ഇവരുടെ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾ 4 പേരുള്ള യാത്രയുടെ എവിടെ പോകുമ്പോഴും ഞങ്ങൾ 4 പേരും ഒന്നിച്ചാണ് പോയിരുന്നത് കേട്ടോ. അങ്ങനെ പിള്ളേർസിനെയും കൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാനാണിന്ന് സ്കൂളിൽ ഇറക്കിയത്. അവിടെ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങളിത് യാത്ര തുടർന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സമാധാനത്തിൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 4 പേരായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർക്കായാലും ബോംബെക്കായാലും എല്ലായിടത്തേക്കും ഒരുമിച്ചാണ് പോവാറ്. ഞങ്ങൾ 4 പേര് പോവും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്തി പോവും. അവിടെ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കും. അങ്ങനെയുള്ള ഒരു ലോകമായിരുന്നു. അപ്പോൾ അതുപോലെ ഉള്ള കുറച്ച് ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ 4 പേരും കൂടിയുള്ള
കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കോൺഫിഡൻറ്റിൻ്റെ ഓഫീസിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോയത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷമായിട്ട് ഇറങ്ങി. അങ്ങനെ എന്താ പറയുക, അപ്പോൾ കുറേ കാസനോവയിലത്തെ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഡോൺ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാണ്ടായിരുന്നു, അതൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഷ്ടി ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നിന്ന് നേരെ അപ്പോൾ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു മറ്റേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാൻ ഈ ശക്തൻ തമ്പുരാനിൽ എത്തിക്കഴിഞ്ഞ് ഈ പാലം കണ്ടപ്പോഴാണ് മറ്റേ ഫ്ലൈ ഓവർ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. കുറേ ഞാൻ എപ്പോഴും ശക്തനിലെത്തുമ്പോഴും ഈ ഭാഗം ഷൂട്ട് ചെയ്യാറുണ്ട്, വീഡിയോസിൽ കാണിക്കാറുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ പണി സിനിമ കണ്ടിട്ട് പറഞ്ഞു ആൻറ്റി കാണിക്കുന്ന ആ സ്ഥലം മൊത്തം ഭയങ്കര ഭംഗിയിൽ കണ്ടു എന്ന് പറയും. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഇതങ്ങനെ ഞങ്ങൾ ലൂർദ് പള്ളിയുടെ മുമ്പിൽ കൂടെ എന്ന് പോയത്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ അന്നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാമശ്ശേരി ഇഡ്ഡലി, ഞാൻ രാമേശ്വരം അന്ന് തെറ്റി പറഞ്ഞു. അപ്പോൾ പാലക്കാടുള്ളൊരു കുട്ടി പറഞ്ഞു രാമേശ്വരം അല്ല രാമശ്ശേരി ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി അന്ന് കഴിച്ചല്ലോ, അവിടേക്ക് ഞങ്ങൾ നേരിട്ട് ലൈവ് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ മുമ്പിൽ കൂടെയാണ് വരണത്. അപ്പോൾ ഡിവൈനുള്ളത് നമ്മൾ പാർസൽ വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയിരുന്ന് കഴിക്കുന്ന ആ ഒരു എന്താ പറയുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ള ഒരു സ്ഥലമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം, അത് ഏത് സമയത്ത് പോയാലും കിട്ടും. അപ്പം അന്ന് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൈറ്റ് സൈഡിൽ പൊറോട്ടാനി പള്ളിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണിത്. പൊറോട്ടാനി പള്ളി ഇവിടെ നിന്ന് ഇരുന്നിട്ട് കുറച്ചും കൂടി മുന്നിലേക്ക് നോക്കുമ്പോഴാണ് കാണുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ 4 പേര് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ പറയാമായിരുന്നു ബാംഗ്ലൂർ നമ്മളിരുന്ന് കഴിക്കുന്ന ഒരു ഓർമ്മയാണ് വരണത് എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ കുറേ ഇരുന്ന് സംസാരിച്ച് ഡോണിനെ ഞങ്ങൾ ഓട്ടോ ഹബ്ബിൽ കൊണ്ടുവന്നിറക്കി. അപ്പോൾ അവന് പിന്നെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ അവനെ ഹബ്ബിലിറക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഡാഡി ഡ്രൈവർ സീറ്റിലേക്ക് മാറിക്കയറി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഡിവൈന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ യാത്രകളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ അവിടുന്ന് വരുമ്പോൾ നേരെ നമ്മുടെ ഗസ്റ്ററുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. സാധാരണ എപ്പോഴും എന്ത് കാര്യം നടക്കുമ്പോഴും നമ്മൾ മോൻ്റെ അടുത്ത് പോയിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇറങ്ങിയില്ല, കാരണം നല്ലോണം തിരിച്ചു വരുമ്പോൾ വരാമെന്ന് അവനോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുക ചെയ്തത്. കാരണം പിള്ളേരെയും കൊണ്ട് ആ സമയത്ത് അവിടെ ഇറങ്ങി പിന്നെയും കയറി അവിടെ സ്കൂളിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അവിടെ ആക്കി മടക്കം വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ മോൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്താ പറയുക, എന്ത് കാര്യത്തിന് പോകുമ്പോഴും അവിടെ കയറിയിട്ടാണ് പോവാട്ടോ. അപ്പാപ്പനെ എനിക്ക് തോന്നുന്നു മിക്ക ദിവസവും മോൻ്റെ അടുത്തേക്ക് വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാച്ചൂട്ടനുണ്ടല്ലോ, പാച്ചൂട്ടൻ ഇപ്പോൾ വല്ല മാലാഖമാരുടെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കെസ് ബേബി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് ഡിംപിൾ പറയായിരുന്നു, ഇന്നലെ ഏതോ ഒരു മാലാഖയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ദേ അമ്മ കെസ് ബേബി എന്ന് പറഞ്ഞു വന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഡിവൈൻ്റെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പാക്ക് ചെയ്യണം സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അറിയാമല്ലോ, ഞാൻ 11:30 ഒക്കെ ആകുമ്പോഴാണ് രാവിലെ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് നടയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് കിച്ചണിൽ വന്ന് അവർ പാക്കിങ്ങിനായിട്ടിരുന്നു, ഞാൻ നമ്മളുടെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുമ്പ് മുതിര വെച്ചില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരു പിടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു സൂത്രപ്പണികൾ ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഒരു പിടി മാറ്റി വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസത്തെ ഉച്ചയ്ക്കുള്ള നമുക്ക് ഉപ്പേരിയായി. അപ്പോഴാണ് അപ്പുറത്ത് നമ്മുടെ ജോയ്സി എന്നെ വിളിച്ചിട്ട് ലൂവിക്ക ഉണ്ടെന്ന് പറയുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൂവിക്ക, അതായത് അവർ കൈകൊണ്ട് പൊട്ടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. പൊട്ടിച്ച് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അക്കിക്കും കൊടുത്തയക്കാം അച്ചാറിടാം. അപ്പോൾ ഡിവൈനും പറഞ്ഞു മമ്മി കുറച്ച് അച്ചാർ ഞാനിടാം. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് ഉപ്പിലിട്ടു കേട്ടോ, ചൂന്യമുളകൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അപ്പോഴേക്കും പറയുമ്പോഴേക്കും അപ്പാപ്പൻ്റെ കൂടെ 2 ആളും 2 വീലറിന് അന്ന് വന്നത്. അപ്പോൾ തോമു പറയായിരുന്നു ഞാൻ ഫസ്റ്റായി എല്ലാ വെജിറ്റബിൾസും കഴിച്ചു എന്ന്. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പണ്ടത്തേക്കാളും കുറച്ച് ഭേദമുണ്ട് കേട്ടോ. അങ്ങനെ 2 ആളും കൂടിയിട്ട് വന്നു. ചാക്കോച്ചൻ്റെ അവരുടെ കൂടെ കൂടി. ഇനിയിപ്പോൾ 3 ആളായിട്ടുള്ള കളികളാണ്.
അപ്പോൾ മൂന്നാളും കൂടി അപ്പോൾ അപ്പോൾ തോമൂനിയും കൊണ്ടുവന്ന് പുറത്തേക്ക് പോകേണ്ടത് കൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ മാറ്റിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇവരുടെ കളി ഇതാണ്. ചാക്കോച്ചനെ മറ്റേ ജീപ്പിൽ ഇരുത്തില്ല. അപ്പോൾ ഡിവൈൻ കളിയാക്കി പാടും ഒരുവൻ മുതലാളി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാം. കാരണം അവനെ ഇങ്ങനെ മുന്നിലിരുത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടി തള്ളും. അപ്പോൾ അവൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗാംഭീര്യത്തിലൊരൊറ്റ ഇരിപ്പം, ഭയങ്കര പത്രാസിലൊരു ഇരിപ്പാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പാച്ചും കൂടി ഇരുന്നുണ്ട്. തോമു പാവം നിന്നുന്താണ് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ എൻ്റെ ഭക്ഷണമൊക്കെ ഏകദേശം റെഡിയായി. വേറെ കൂടുതലൊന്നുമില്ല. ഈ മാങ്ങാക്കറിയുടെ ചാറുണ്ടായിരുന്നു, മാങ്ങാക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൽ ഇങ്ങനെ മുട്ടയെ പൊട്ടിച്ചിട്ടാലും, പിന്നെ നോക്കിയപ്പോൾ വേണ്ട, മാങ്ങ കഷ്ണം നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ട. പിന്നെ നല്ല ചൊടിയിൽ കാച്ചി ഞാൻ നമ്മുടെ മുതിര, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ചതച്ച് കുറച്ച് കുത്തിപ്പൊടിയും കുറച്ച് നാളികേരം അധികം ഇട്ട് മുതിര അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഉപ്പേരിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ഇന്നലത്തെ അറിയാലോ, അതും അച്ചാറും ഒക്കെ ഇപ്പോൾ അങ്ങോട്ട് ആയി. അപ്പോഴാണ് തോമൂനൊരു പൂതി സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടണം. അത് കണ്ടുവന്നപ്പോൾ ദേ പാച്ചുവിനും അത് ഇടണം. പിന്നെ അവർ രണ്ടുപേരും ആ ഡ്രസ്സ് ഇട്ടിട്ടായിട്ടോ അവിടെ അംഗം. അപ്പോൾ ചാക്കോച്ചൻ നോക്കുക ഇതെന്താ ഈ ചേട്ടന്മാർ കാണിക്കണേന്ന്. അപ്പോൾ ഡാൻസാണ്, ഭയങ്കര ഡാൻസാണ്. പക്ഷേ പാട്ട് ഈ കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് വെക്കാത്തത് കേട്ടോ. അങ്ങനെ പിള്ളേഴ്സിൻ്റെ ഡാൻസും എന്താ പറയുക ബഹളവും ഇടയിൽ ഡോണും ഡിവൈനും പതുക്കെ പോയി. കാരണം പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോയി. പിള്ളേഴ്സ് 3 ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതൊരു ശീലമായി കുറച്ച് നേരം കെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ തോമുവിൻ്റെ ഡാൻസ് നോക്കി അതിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള കളിയാണ്. നല്ല രസമാണ്, പാട്ടിൻ്റെ ഒപ്പം നിന്ന് കളിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് കിട്ടണ കൊണ്ട് എനിക്ക് അത് കേൾപ്പിക്കാനും കാണിക്കാനും വയ്യ. നല്ല രസമായിട്ട് അവൻ കളിക്കും കേട്ടോ. പാച്ചു അത്രയ്ക്കൊന്നും ആയിട്ടില്ല, എന്നാലും അവനും ഒരുവിധമൊക്കെ ഒപ്പിക്കും. ചേട്ടൻ കാണിക്കണ പോലെയൊക്കെ അവനും കാണിക്കും. അങ്ങനെ എന്താ പറയുക, അവരുടെ കളിയും ബഹളവും ചാക്കോച്ചൻ അതൊക്കെ കണ്ടാസ്വദിച്ച് ഇങ്ങനെ എന്താ പറയുക. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഡിംപിൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് കളിച്ച് അവർ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റത്തിറങ്ങിയപ്പോൾ ഇവർ മെയിനായിട്ട് ഇപ്പോഴത്തെ കളികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മറ്റേ പിസ്സ ഷോപ്പ്, അല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പ്, പിന്നെ വണ്ടി വിട്ടിട്ട് കാർ സർവീസ്, ഇങ്ങനെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കണ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അപ്പാപ്പൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കവറുകൾ മറ്റേ ഇത് ഒട്ടിക്കണമല്ലോ, നമ്മളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ID മറ്റേ ഇത് ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് അപ്പാപ്പൻ ഇവരുടെ കളി എൻജോയ് ചെയ്യും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവിടേക്കൊന്ന് ഒതുക്കാമെന്ന് വെച്ചപ്പോൾ ഡിംപിൾ പറഞ്ഞു മമ്മി കിടന്നോ, ഞാനിത് സമാധാനത്തിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴേക്കും സമയം 3:15. അങ്ങനെ ഒന്ന് കിടന്ന് എണീറ്റ് വരുമ്പോഴേക്കും തുണികളൊക്കെ മടക്കാനുള്ളത് കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞ് ചാക്കോച്ചനെ കൊണ്ടുപോകണില്ല, ഇവരൊന്ന് മറ്റേ സ്ട്രീറ്റ് വരെ പോവാണ്, മറ്റേ ഹൈ റൂട്ടിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ക്രിസ്മസിൻ്റെ സമയമായില്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു പറയും മൈ ഡിംപിൾ എന്ന് പറയും. അപ്പോൾ ചാക്കോച്ചൻ പറയും അല്ല പാച്ചു പറയും എൻ്റെ അമ്മയാന്ന്. അങ്ങനെയുള്ള അംഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചനെ ആരുടെ അടുത്തേക്ക് പോകണമെന്ന് പിടുത്തില്ല, കാരണം തോമുവിനെ അപ്പം എടുത്തേക്കല്ലേ. അങ്ങനെ എന്താ പറയുക, അവർ പുറത്ത് പോയി തിരിച്ച് വന്നു. ഹൈ റൂട്ടിൽ നിന്ന് ഇവർക്ക് എന്തുട്ടാ മറ്റേ സ്റ്റാറും കാര്യങ്ങളും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. ഇത് തുറന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ ഇവിടെ വലിച്ചു വാരിയിടും. ഇപ്പോൾ പിള്ളേർസാന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ വക്കത്തായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങി എണീറ്റിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇവർ ഇറങ്ങണതിൻ്റെ മുമ്പാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ചാക്കോച്ചൻ ഇവർ ഡ്രസ്സ് മാറി ഇറങ്ങണമെന്ന് കണ്ടപ്പോൾ പോകാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനും ഡാഡിയും പോകാഞ്ഞത്. കാരണം നല്ല മഞ്ഞുണ്ടാവും, ക്രിസ്മസിൻ്റെ ഇതും കൂടിയല്ല. അപ്പോൾ ചാക്കോച്ചനെ ഈ സന്ധ്യ നേരത്ത് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ വാശിയൊന്നുമില്ല. അവർ പോകുമ്പോൾ ടാറ്റയൊക്കെ കൊടുക്കും. സങ്കടമുണ്ട് തോന്നുന്നുണ്ട്, എന്നാലും അവനങ്ങനെ അറിയാറൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് പിന്നെ അപ്പാപ്പനും ഞാനും മോനും മാത്രമായി ഞങ്ങളുടേതായ ഒരു ലോകമായി. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കും അതെ, ഈ മറ്റ് 2 പേരും അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്ന് നിന്ന് തരില്ല, നമ്മളൊന്ന് വാരി കൊടുക്കാനൊന്നും അവർ നിന്ന് തരില്ല. ഇവരാകുമ്പോൾ എൻ്റെ താളത്തിനൊപ്പം നിൽക്കുന്ന മോനാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് 3 നേരം ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കനായിട്ട് എന്താ പറയുക ഇറങ്ങി കളിച്ചു തുടങ്ങി. ശരിക്കും അവന് ഉറക്കം വരുന്നുണ്ട്, എന്നാലും
വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ എന്താ പറയുക ഉറങ്ങാണ്ട് അവർ വരണ വരെ പിടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ അപ്പാപ്പൻ മാച്ച് കാണാനിരിക്കുകയാണ്. അപ്പോൾ അപ്പാപ്പൻ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാനും മോനും കൂടിയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് കളിച്ചു. പിന്നെ ഗ്രൂപ്പിൽ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഉമ്മൻ തരണം, ഭയങ്കര സോപ്പിംഗ് ആട്ടോ മൂപ്പര്, ചേട്ടന്മാരുടെ പോലെയല്ല, ഭയങ്കര സോപ്പിങ്. അപ്പോൾ ഡിവൈൻ പറയും എല്ലാവരെയും കൂടിയിട്ട് മാറ്റിയിട്ട് അവൻ അമ്മാമ്മയുടെ സ്ഥാനം എടുക്കുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, അറിയില്ല എന്താന്ന്, ഒരു പ്രത്യേക ഒരു ഇതാണ് എനിക്ക്. ഞാൻ പറയാറില്ലേ, ഡിമ്പിളുടെ പോലെ തോന്നും എനിക്ക് ഇവനെ. ഡിമ്പിളുടെ ചെറുപ്പമാണ് ഇവൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാം. അങ്ങനെ ദേ അവൻ ഒറ്റയ്ക്ക് കുറേ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കളിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മൂപ്പരിട്ടോ. അപ്പോൾ ചേട്ടന്മാരാരും ഇല്ലല്ലോ, അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ കളിക്കാമല്ലോ. അപ്പോൾ ഞാനും ഡാഡിയും അപ്പുറം ഇരുന്ന് അവൻ അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. അപ്പോൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പോയിട്ട് ചോറ് കൊടുത്തത്. അപ്പോൾ ഇത്തിരി ചൂട്ടോടെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ മൂപ്പർക്ക് അവന് ഭയങ്കര ഇഷ്ടം. അവന് നല്ല, ഇപ്പം നമുക്കായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് നമ്മളുടെ വെള്ളം ഏത് കൂടെ ലീക്ക് ചെയ്യുന്നുണ്ട്, എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അത് ഡോണും ഡിവൈനും കൂടി രാവിലെ ഡാഡി പോയി നോക്കി, ഇപ്പോൾ രാത്രിയായപ്പോൾ ഡോണും ഡിവൈനും പോയി നോക്കി. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും നാളെ പണിക്കാർ വന്നിട്ട് അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യണം എന്ന് വിചാരിച്ചേക്കാം. കാരണം അവരുടെ മുറ്റത്തേക്ക് വെള്ളം ഇങ്ങനെ നീങ്ങി പോവാണ്. അങ്ങനെ അതേ ക്രിസ്മസിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ചാക്കോച്ചൻ അവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഡിമ്പിൾ വേഗം കിച്ചണിൽ കിടന്ന് രാത്രിയിലേക്കുള്ള, അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ കയ്യിലുള്ള കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിമ്പിൾ ഇതേ പീച്ചിങ്ങ കറി വെച്ചു. നല്ല ടേസ്റ്റുള്ള കറിയിട്ട്, വളരെ സിമ്പിളാണെന്നാണ് പറഞ്ഞത്. ഞാൻ എങ്ങനെ എന്താണെന്ന് ചോദിച്ചില്ല. പിന്നെ അവിടുത്തെ സിജി ചേച്ചി ഉണ്ടാക്കുന്ന മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിജി ചേച്ചി എന്ന് പറഞ്ഞാൽ മുനമ്പത്ത് അവിടെ ആൻസൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നല്ല മുട്ട വറുത്തത്. അത് കഴിഞ്ഞ് ഡിവൈൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു. കാരണം എന്താ പറയുക, എങ്ങനെ റോബോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈ കൊണ്ടൊന്ന് അടിച്ചു വാരിയെടുത്താൽ അതൊരു നല്ലത്. അപ്പോൾ അടിച്ചു വാരിനോട് കൂടി വെറുതെ മോപ്പോട്ടൊന്ന് വല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡിവൈൻ കയറിപ്പോയി. ഞാനിത് ഇവർക്ക് ഇറച്ചി വെച്ച് കൊടുക്കാനായിട്ട് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ലൂവിക്ക കൊണ്ടുവന്നു, അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതിലിട്ടുണ്ട്. മറ്റേ മിളകും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അക്കിക്ക് കൊടുത്തയക്കണം. പിന്നെ ഇത് നെല്ലിക്കയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാറ്റിയിടാൻ നേരം കിട്ടിയില്ല കേട്ടോ. ഗ്ലാസ് ജാർ അവിടെ ഉണ്ട്, എനിക്ക് മാറ്റിയിടാൻ നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതിൽ ഫിൽറ്ററിൽ വെള്ളം ഓൾറെഡി ഡാഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു. പിള്ളേരുകളൊക്കെ കുളിക്കാനും അതിനൊക്കെ ആയിട്ട് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബാക്കി എൻ്റെ പണിയാണ്. എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കിടന്നതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വന്ന് നോക്കുക, വെള്ളം നിറച്ച് വെക്കുക, ഇങ്ങനെയുള്ള പണികളാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്ക് ഒരേ ഗ്ലാസ് ചായ കുടിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ അത് കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുടിക്കുക എന്നുള്ളതായിട്ടോ. കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ കിടക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചായയുടെ ആവശ്യമില്ല. ചോറുണ്ണാനായിട്ട് കുറേ ലേറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്ത് അപ്പോൾ അതൊക്കെ കണക്ക് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കലങ്ങോട്ട് നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ കണക്കെഴുത്തും കാര്യങ്ങളും കഴിയും. അപ്പോൾ എന്താ പറയുക, ഒരു തടസ്സങ്ങളില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, വിശദമായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിമ്പിളും ഡിവൈനും ഒക്കെ വരും കേട്ടോ. അതുവരെ എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് പറയാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്കിഷ്ടം കമൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.